പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്റെ അനുജൻ സോഹൻ റോയി മോഹനൻ വൈദ്യരുടെ കീഴിൽ 41 ദിവസം ചികിത്സ നടത്തിയതിനു ശേഷം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഒരു ക്ലിപ്പിംഗിൽ കൂടി ഞാൻ ഇതിന്റെ കൂടെ അയക്കുന്നത്. ഏതാണ്ട് 15 വർഷത്തോളം ബിപിക്ക് ടാബ്ലറ്റ് കഴിച്ചിട്ട് അദ്ദേഹത്തിന് അവസാനം കിട്ടിയ ഒരു വലിയ പാരിതോഷികമാണ് സോറിയാസിസ്. അത് മോഹനൻ വൈദ്യരുടെ കീഴിൽ 41 ദിവസം ഭക്ഷണ ക്രമീകരണത്തിൽ കൂടി കംപ്ലീറ്റ് ക്യൂർ ആയിരിക്കുകയാണ്. ഇതേ മോഹനൻ വൈദ്യരുടെ അടുത്ത് 100 കണക്കിന് രോഗികൾ ഇതുപോലെ രോഗികളാക്കപ്പെട്ട് വരാറുണ്ട് അലോപ്പതി മെഡിസിൻ കഴിച്ചിട്ട്. അതിൽ 95% ക്യൂർഡ് ആയിട്ടാണ് പോകുന്നത്. ഇത് നേരിൽ പോയി കാണുവാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. ഇതേ മോഹനൻ വൈദ്യർക്കെതിരെയാണ് ചില ലോബികൾ സെക്രട്ടേറിയറ്റിൽ ധർണ നടത്താനും അദ്ദേഹത്തിനെതിരെ സുപ്രീം കോടതി വരെ കേസ് ഫയൽ ചെയ്യുവാനും പോയത്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു ചേതോവിഹാരം ഉണ്ടാകേണ്ട കാര്യം എന്താണ്? അതിനെപ്പറ്റിയായിരുന്നു എന്റെ ഗവേഷണം. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഒരു വലിയ സത്യം എനിക്ക് മനസ്സിലായത്. അദ്ദേഹം ചികിത്സിക്കുന്നത് രോഗത്തിനെയോ രോഗിയോ ഒന്നുമല്ല. അദ്ദേഹം ആ രോഗിയുടെ പേടി മാറ്റുന്നു. ആദ്യം പേടി മാറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം രോഗിയുടെ ആത്മാവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ കണ്ടെത്തുവാനുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായി അദ്ദേഹം അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭക്ഷണ ക്രമീകരണം. ഇത് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളുടെ ഇന്നത്തെ അലോപ്പതിയിലുള്ള ഡോക്ടർമാരെ ചിരിച്ചു തള്ളിയെന്നിരിക്കും. പക്ഷെ ആയുർവേദത്തിന്റെ അടിസ്ഥാനം ആത്മാവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് സത്യം. മോഹനൻ വൈദ്യരുടെ ഈ അറിവ്, ഇതുപോലെ അറിവുള്ള പല വൈദ്യന്മാരുണ്ട്. ഇത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നമ്മുടെ അടുത്ത തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ക്രൂരതയായിരിക്കും. അതിനെന്താണ് ഒരു മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. മോഹനൻ വൈദ്യർക്കൊരു ഡിഗ്രി ഇല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവിടെ നിയമവിദഗ്ധർ അദ്ദേഹത്തിനെതിരെ യുദ്ധത്തിന് വന്നത്. അദ്ദേഹത്തിന് അടുത്ത തലമുറയ്ക്ക് അദ്ദേഹത്തിന്റെ നോളജ് കൊടുത്ത് ഒരു ഡിഗ്രി കൊടുത്തു വിടണം. അതിനുവേണ്ടി ഒരു ചെറിയ യൂണിവേഴ്സിറ്റി വേണം. അതിന് ഗവൺമെന്റ് മുൻകൈ എടുക്കണം. കാരണം നമ്മുടെ ആയുർവേദത്തിലുള്ള പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിനകത്തുള്ള പല കാര്യങ്ങളും ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പകരം രോഗമുണ്ടാക്കുന്ന അലോപ്പതി മെഡിസിൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ രോഗികളെ ഉണ്ടാക്കേണ്ടത് ഈ വിഭാഗത്തിന്റെ ആവശ്യമാണ്. കാരണം ഇത്രയേറെ മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെ വരുന്നു. ഇതിനകത്തുനിന്ന് പാസ് ഔട്ട് ചെയ്യുന്ന, അതും കോടികൾ കൊടുത്ത് പാസ് ഔട്ട് ചെയ്യുന്ന ഡോക്ടർമാർക്ക് എവിടെയാണ് ജോലി കിട്ടുക? അത് ജോലി ഉണ്ടാക്കണം. സ്വയം തൊഴിൽ കണ്ടെത്തൽ. സ്വയം തൊഴിൽ കണ്ടെത്തലിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് രോഗികളെ ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഒരു രോഗമായിട്ട് അങ്ങ് ഡിക്ലെയർ ചെയ്യുക. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ രോഗമല്ല എന്ന് വെസ്റ്റേൺ കൺട്രീസിലുള്ള കൂടിയ ഭിഷഗ്വരന്മാർ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡോക്ടർമാരത് കേൾക്കാൻ തയ്യാറല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ സാധാരണക്കാരന്റെ പേടിയെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. പ്രത്യേകിച്ചും മിഡിൽ ക്ലാസും അപ്പർ ക്ലാസും. ഈ താഴെ ക്ലാസ്സിൽ ചെയ്യുന്ന വർക്കിംഗ് ക്ലാസ്സിന് ഈ പേടിയൊന്നുമില്ല. കാരണം അവർ ദേഹം അനങ്ങി വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ബിവറേജസ് കോർപ്പറേഷന്റെ ഫ്രണ്ടിൽ നീണ്ട ഒരു ക്യൂ നമ്മൾ കാണാറുണ്ടല്ലോ. ആ ക്യൂവിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയോട് ചെന്നിട്ട് പ്രഷറും ഷുഗറും കൊളസ്ട്രോളിനും ഒക്കെ ഉള്ള ഗുളിക കഴിക്കടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീട്ടിപ്പിടിച്ച് ആട്ട് വെച്ച് തരും. കാരണം അവരുടെ ബോഡിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവർ പൈൻ്റ് അടിച്ചങ്ങ് തീർക്കുകയും ചെയ്യും. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മളുടെ പേടിയാണ് നമ്മൾ മാറ്റേണ്ടത്. നവനവം ഇന്നലെ ഇന്നു നാളെ മറ്റ ദിവസം ഇതിങ്ങനെ ചിന്ത ചെയ്തിടാതെ, ഈ പുതിയത് നാളെ മറ്റന്നാൾ ഇന്നലെ എന്നൊക്കെ പറഞ്ഞ് ചിന്ത ചെയ്ത് രോഗമുണ്ടാക്കാതെ അവിരതം എണ്ണി അളന്നിടുന്നതെല്ലാം ഭ്രമമൊരു ഭേദവുമില്ലറിഞ്ഞിടേണം. നമ്മളിങ്ങനെ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിക്കും ഒക്കെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വെറും ഭ്രമമാണ് എന്നുള്ള സത്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് രോഗം വരില്ല. അതിനുള്ള ഒരു മാർഗമാണ് മോഹനൻ വൈദ്യർ ഭക്ഷണ ക്രമീകരണത്തിൽ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ആ അറിവ് അടുത്ത തലമുറയ്ക്ക് പോകേണ്ട അറിവ് തന്നെയാണ്. അതിന് അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം തത്സത്.